ദിവസങ്ങളായി കാത്തിരുന്ന് മുഷിഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ. ഒടുവിൽ വരുന്ന വാർത്തകൾ അത്ര അനുകൂലവുമല്ല. ഇടത് സമ്മർദ്ദത്തിന് ഒടുവിൽ രാഹുൽ ഗാന്ധി വഴങ്ങുമോ എന്ന ചോദ്യമാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഉന്നയിക്കുന്നത്. വയനാട്ടിൽ മത്സരിക്കില്ലെന്ന തീരുമാനത്തിൽ എത്തുമോ രാഹുൽ ഗാന്ധി? ഈ വിഷയത്തിൽ ഇപ്പോൾ മുതൽ പ്രേക്ഷകർക്ക് പ്രതികരിക്കാം. ഇതിനായി വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0471661588. ചോദ്യമൊരിക്കൽ കൂടി: ഇടത് സമ്മർദ്ദത്തിന് വഴങ്ങി രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കില്ലെന്ന തീരുമാനത്തിലെത്തുമോ? കൊല്ലത്ത് നിന്ന് വിഷ്ണു എന്ന പ്രേക്ഷകൻ ചേരുകയാണ്. വിഷ്ണു, എന്ത് കരുതുന്നു? ഏറ്റവും ഒടുവിൽ വയനാട്ടിൽ മത്സരിക്കേണ്ട എന്ന ഒരു തീരുമാനത്തിലായിരിക്കുമോ രാഹുൽ ഗാന്ധി എത്തുക? ഇതിനകത്ത് രണ്ട് ആസ്പെക്ട് ഉണ്ട്. കാരണം രാഹുൽ ഗാന്ധിക്ക് ഇത് എല്ലാ അഡ്വാൻറ്റേജ് ആണ്. ഇപ്പൊ വയനാട്ട് മത്സരിച്ചില്ലെങ്കിൽ CPM-ന്റെ എല്ലാ മിഷനറിയും ടോട്ടലായിട്ട് വളരെ നന്ദിയോടെ അങ്ങേരെ അടുത്ത് പിന്നെ എന്ത് പറയുന്നു സ്മരിക്കും എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവർ രക്ഷിച്ചു എന്നുള്ള കാര്യം. 20 സീറ്റ് തൂക്കി കൊണ്ടുപോകും, ക്ലീൻ ആയിട്ട് കൊണ്ടുപോകും. വയനാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഈവൻ ആരിഫിന് വാസവനോ ഉള്ള ചാൻസ് പോലും പോകും. അതിനാണ് ഒരു അഡ്വാൻറ്റേജ്. മറ്റേന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇന്ന് മാക്സിമം ഇപ്പൊ കോൺഗ്രസ് ആയാലും CPM ആയാലും എവിടെ പോയിട്ടും കൈപൊക്കേണ്ടത് ഒന്നിച്ച് തന്നെയാണ്. നമ്മുടെ മന്ത്രിമാരുടെ എണ്ണം കൂട്ടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പിന്നീട് ജനങ്ങൾക്ക് എന്തെങ്കിലും ഇരുന്നുണ്ടെങ്കിൽ ഇപ്പം ആരിഫ് നല്ലൊരു കാൻഡിഡേറ്റ് ആണ്. അപ്പൊ പുള്ളിക്കാരന് ഇപ്പം പിന്നോക്ക ന്യൂനപക്ഷത്തിൽ നിന്ന് വന്ന ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ മന്ത്രിമാരുടെ എണ്ണം കൂട്ടാനുള്ള ടാക്ടിക്സാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കേരളം ഇന്ത്യയെ കൺട്രോൾ ചെയ്യണം. നമ്മൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ചക്രം കൺട്രോൾ ചെയ്യേണ്ട പൊസിഷനിൽ എത്തിക്കണം. അതാണ് ഞങ്ങൾ ആലോചിക്കേണ്ടത്. ശരി, നന്ദി വിഷ്ണു പ്രതികരിച്ചതിന്. കൊടുവള്ളിയിൽ നിന്ന് അബ്ദുൽ സലാം എന്ന പ്രേക്ഷകൻ ചേരുന്നു. അബ്ദുൽ സലാം, ഇപ്പോൾ NCP LJD അടക്കം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത് ഇടതുപക്ഷത്തിനെതിരെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് ശരിയല്ല, അത് രാഷ്ട്രീയ ശരികേടാണ് എന്നാണ്. അങ്ങനെ തോന്നുന്നുണ്ടോ? ഇവരുടെ ഈ സമ്മർദ്ദത്തിന് വഴങ്ങി രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കേണ്ട എന്നൊരു തീരുമാനത്തിലായിരിക്കുമോ എത്തുക? തീർച്ചയായിട്ടും ഈ രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുന്നതോടുകൂടി ഉണ്ടാവാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ BJP-യെ പ്രതിരോധിക്കാനോ BJP-യെ നേരിടാനോ രാഹുൽ ഗാന്ധിക്ക് കഴിവില്ല എന്നുള്ള രീതിയിലാണ് ഇത് വരാൻ പോകുന്നത്. അത് BJP-ക്ക് ഏറ്റവും ഗുണം ചെയ്യുകയാണ് ചെയ്യുക. ശരി, നന്ദി അബ്ദുൽ സലാം. വെണ്ണൂരിൽ നിന്ന് പ്രദീപ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. പ്രദീപ്, എന്താണ് കരുതുന്നത്? ഇടത് സമ്മർദ്ദത്തിന് വഴങ്ങി രാഹുൽ ഗാന്ധി പിൻവലിയുമോ? വയനാട് മത്സരിക്കേണ്ട, പകരം കർണാടകയിലെ ഏതെങ്കിലും ഒരു സീറ്റിൽ മത്സരിക്കാം എന്ന തരത്തിലേക്കായിരിക്കുമോ കാര്യങ്ങൾ പോവുക? നമസ്കാരം മാഡം. പിന്നെ മാഡം, എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പ് പറഞ്ഞ ഒരു പ്രേക്ഷകൻ പറഞ്ഞതിനോട് ഒരു പ്രതികരണം കൂടെ. അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ ആരിഫിനെയൊക്കെ ജയിപ്പിച്ച് നമ്മള് ഇന്ത്യയെ കൺട്രോൾ ചെയ്യണമെന്ന്. 3.5 കോടി ജനങ്ങളുള്ള നമ്മൾ ഇന്ത്യയെ കൺട്രോൾ ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ എന്തുമാത്രം വിഡ്ഢിത്തനമായ കാര്യമാണ്. ഒന്ന്. രണ്ടാമത്, ഇവിടെ നടക്കുന്ന കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും തമ്മിലുള്ള ശരിക്കും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് ഇതിനകത്ത്. ആ അഡ്ജസ്റ്റ്മെന്റിലൂടെ മാത്രം അവര് ഇത്തവണ എന്തായാലും നിർത്താൻ പോകുന്നില്ല. എനിക്ക് തോന്നുന്നില്ല 99% രാഹുൽ ഗാന്ധി അവിടെ വരില്ല. കാരണം വരാൻ വേണ്ടി എല്ലാം തീരുമാനിച്ചിരുന്നതാണ്. പക്ഷെ ഇവിടുത്തെ പിണറായി വിജയൻ സർക്കാരും അതേപോലെ തന്നെ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കന്മാരും തമ്മിൽ നടത്തിയ ഒരു യഥാർത്ഥമായ ഒരു രാഷ്ട്രീയ അന്തർനാടകമാണ്. ആ നാടകത്തിൽ കൂടെ അവരതിനെ വരാതാക്കും. പിന്നെ BJP വളരേണ്ടത് അവർ വളരുമായിരിക്കാം. കാരണം ഇവർ രണ്ടുപേരും ശരിയല്ലാത്തത് കൊണ്ടല്ലേ അവർ വളരുന്നത്. ഇവരെന്തിനാ അത്ര ബേജാറാവണത്? അവർക്ക് കിട്ടേണ്ട വോട്ട് അവർ പിടിക്കും. പക്ഷെ ഇപ്പൊ ഇവിടെ ഒരു കാര്യം മനസ്സിലായത്, കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒരു ടീമാണ്, ഒറ്റ ടീമായി നിന്നുകൊണ്ടാണ് ഈ NDA തോൽപ്പിക്കാൻ വേണ്ടി നോക്കുന്നത്. ശരി, നന്ദി പ്രദീപ് പ്രതികരിച്ചതിന്. ചെന്നൈയിൽ നിന്ന് പ്രേമൻ എന്ന പ്രശ്നം ചെയ്യുന്നു. പ്രേമൻ, എന്ത് സംഭവിക്കും? ഏറ്റവും ഒടുവിൽ രാഷ്ട്രീയ ശരികേടിലേക്ക് പോകേണ്ട, വയനാട് മത്സരിക്കേണ്ട, പകരം മറ്റേതെങ്കിലും സീറ്റിൽ മത്സരിക്കാം എന്ന തരത്തിലേക്ക്, ആ നിലപാടിലേക്ക് രാഹുൽ ഗാന്ധി എത്തുമോ? എന്തായിരിക്കും ഉണ്ടാവുക? ഇതിനു മുമ്പും ഞാൻ വ്യക്തമാക്കിയിരുന്നു, വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഒരിക്കലും മത്സരിക്കില്ല എന്നതിന് മുമ്പിലും ഞാൻ വ്യക്തമാക്കിയിരുന്നു. കാരണം ദേശീയ തലത്തില് BJP-യെ താഴെയിറക്കുന്നതിന് വേണ്ടി, BJP ഗവൺമെന്റിനെ താഴെയിറക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കോൺഗ്രസും പിന്നെ ഇടതുപക്ഷ പാർട്ടികളും. അപ്പോൾ ഇടതുപക്ഷ പാർട്ടികൾക്കെതിരായിട്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? അതുകൊണ്ട് തന്നെ തീർച്ചയായും രാഹുൽ ഗാന്ധി മത്സരിക്കില്ല. കാരണം എന്താ പറഞ്ഞാൽ ഇടതുപക്ഷത്തെ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയോടുകൂടി മാത്രമേ കേന്ദ്രത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കൂ എന്നുള്ളത് കോൺഗ്രസിന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി തീർച്ചയായും മത്സരിക്കില്ല. അത് തന്നെയാണ് എന്റെ അഭിപ്രായവും. ശരി, നന്ദി പ്രേമൻ. ആലുവയിൽ നിന്ന് രവി ചേരുകയാണ്. രവി, ഇതിപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിച്ചേക്കും എന്നുള്ള വാർത്തകൾ പരന്നു കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴായാലും സംസ്ഥാന നേതൃത്വത്തിന് ഒരു കൃത്യമായ മറുപടി നൽകാൻ കഴിയുന്നില്ല. എന്ന് പ്രഖ്യാപനം വരുമെന്നോ ഇതിലൊരു തീരുമാനം എന്നുണ്ടാകുമെന്നോ അവർക്കിപ്പോഴും പറയാൻ കഴിയുന്നില്ല. എന്തായിരിക്കും സംഭവിക്കുക? ഏറ്റവും ഒടുവിൽ ഒരു രാഷ്ട്രീയ ശരികേടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന തരത്തിലുള്ള സമ്മർദ്ദമടക്കം രാഹുൽ ഗാന്ധിക്ക് മേൽ ഉയരുകയാണ്. എന്ത് സംഭവിക്കും? ഒടുവിൽ രാഹുൽ ഗാന്ധി മത്സരിക്കില്ല എന്ന തരത്തിലേക്കായിരിക്കുമോ കാര്യങ്ങൾ പോവുക? രാഹുൽ ഗാന്ധി മത്സരിക്കാം. ഇതൊരു പ്രാദേശിക സംസ്ഥാനമാണ്.
ഇവിടെ സാധാരണക്കാരാണ് കൂടുതലുള്ളത്. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഭാഷ അല്ലാത്ത മറ്റൊരാൾ വന്നിട്ട് ഇവിടെ എന്ത് സംസാരിക്കാനാ? ജനങ്ങൾക്കും നേതാവിനും തമ്മിൽ സംസാരിക്കാൻ സാധിക്കുമോ? ഉന്നത നിലങ്ങളിലുള്ള ഒരാൾ ഇവിടെ വന്ന് നിന്നിട്ട് മലയാളം പോലും അറിയില്ല, ഇംഗ്ലീഷും ഹിന്ദി ഉറുദു ഒക്കെ പഠിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ട് കാര്യമുണ്ടോ? ഒരു നേതാവിനെ കാണണമെങ്കിൽ നമുക്ക് ഡൽഹിക്ക് പോകേണ്ടി വരില്ലേ? അപ്പൊ തെറ്റായ പ്രവണതയല്ലേ സംസ്ഥാനം മാറി നിൽക്കണത്. ഹലോ, ശരി, നന്ദി രവി പ്രതികരിച്ചതിന്. അടൂരിൽ നിന്ന് ഷിജു എന്ന പ്രേക്ഷകൻ ചേരുന്നു. ഷിജു, പറഞ്ഞോളൂ, ഇടത് സമ്മർദ്ദത്തിന് രാഹുൽ ഗാന്ധി വഴങ്ങുമോ? എന്തായിരിക്കും ഒടുവിൽ സംഭവിക്കുക? അല്ല, കാര്യങ്ങളുടെ കിടപ്പ് കണ്ടിട്ട് ഇപ്പൊ അങ്ങനെ തോന്നുന്നത്. കഷ്ടമല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഈ സമീപ കാലഘട്ടത്തിൽ കാസർഗോഡൊക്കെ കൊല ചെയ്യപ്പെട്ട ആ കൃപേഷും ശരത്ലാലും അടക്കമുള്ള 100 കണക്കിനായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ രക്തസാക്ഷിത്വം വലിയ ക്രൂരതയല്ലേ രാഹുൽ ഗാന്ധി കാണിക്കുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്ക്. എത്രയോ കോൺഗ്രസ് പ്രവർത്തകർ, UDF പ്രവർത്തകരെ കൊല ചെയ്യപ്പെട്ടു. എന്നിട്ട് അധികാരത്തിന് വേണ്ടി മാർക്സിസ്റ്റുകാരുമായിട്ട് അണ്ടർലൈൻ ഒരു ധാരണയുണ്ടാക്കിയിട്ട് മാർക്സിസ്റ്റ് സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ നിൽക്കുമ്പോൾ UDF കേരളത്തിലുള്ള സാധ്യതകളല്ലേ നഷ്ടപ്പെടുത്തുന്നത്? അനുകൂലമായിട്ട് എത്രയോ സാധ്യതകളുണ്ട്. എന്നിട്ട് മാർക്സിസ്റ്റുകാർക്ക് വേണ്ടിയിട്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരങ്ങളെ ചവിട്ടി വിളിച്ചുകൊണ്ട് നടത്തുന്ന ഈ പ്രവണത ഇത് അധികാരത്തിന് വേണ്ടിയിട്ട് കളിയല്ലേ? എന്ത് വിശ്വസിച്ച കോൺഗ്രസ് പ്രവർത്തകരെ നാളെ അറബുശാലയിലേക്ക് കൊണ്ടുവന്ന നാട്ടിൻകുട്ടികളെ പോലെയല്ലേ കോൺഗ്രസ് പ്രവർത്തകരുടെ അവസ്ഥ? മാർക്സിസ്റ്റുകാർ രക്തദാഹികളായിട്ടിരിക്കുമ്പോൾ അവർ പറയുകയാണ് നാളെ നിനക്ക് പിന്തുണയ്ക്കണമെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ജീവൻ വേണം, രക്തമെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും രാഹുൽ ഗാന്ധി നിന്ന് കൊടുക്കില്ലേ? ഇത് കഷ്ടമാണിക്കുന്നു, ക്രൂരതയാണ്. ഒരു സംശയവും അത് രാഹുൽ ഗാന്ധി മത്സരിക്കില്ല. മാർക്സിസ്റ്റ് സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് മത്സരിക്കുന്നത് പൂർണ്ണമായിട്ട് ഒഴിവായിരിക്കും. ശരി, നന്ദി ഷിജു. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീലാൽ എന്ന പ്രേക്ഷകൻ ചേരുകയാണ്. ശ്രീലാലിന്റെ അഭിപ്രായം എന്താണ്? രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവില്ല, ഒരു രാഷ്ട്രീയ ശരികേടിലേക്ക് രാഹുൽ ഗാന്ധി നീങ്ങില്ല എന്നാണോ കരുതുന്നത്? രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായി വരുന്നതോടുകൂടി ഇന്ന് നമ്മുടെ രാജ്യത്ത് BJPയുടെ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു ദേശീയ വ്യാപകമായിട്ടുള്ള ഗവൺമെന്റ് വിരുദ്ധ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഉയർന്നു വരുന്നൊരു ഘട്ടമാണ്. ഈ തിരഞ്ഞെടുപ്പ് ആ വിധത്തിലാണ് കൂടുതൽ പ്രസക്തമായി കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം വലിയ തരത്തിൽ BJPയെ പ്രതിരോധിക്കുന്നുണ്ട്. പക്ഷെ ആ വിധം ഇടതുപക്ഷം കേരളത്തിൽ BJPയെ പ്രതിരോധിക്കുന്നത് പോലെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയായിരുന്ന എത്രയെങ്കിലും അറിയാം, ഇന്ന് ആ പ്രതിപക്ഷ പാർട്ടി എന്ന അർഹത പോലും ഇല്ലാതെ നിൽക്കുന്ന കോൺഗ്രസിന് BJPയെ ഈ രാജ്യത്താകെ പ്രതിരോധിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് കോൺഗ്രസ് BJP പ്രതിരോധിക്കാൻ ഞങ്ങളില്ല എന്ന ഒളിച്ചോട്ടത്തിലേക്ക് മടങ്ങുന്നതിന്റെ ഭാഗം പോലെയാണ് തോന്നുന്നത് ഈ വയനാട്ടിലേക്ക്, കേരളത്തിലേക്ക് രാഹുൽ ഗാന്ധിയുടെ മത്സരിക്കാൻ വരുന്നു എന്ന് പറയുന്നത്. ഇത് ശരിയായ BJPയെ എതിർക്കുന്നതിന് അല്ലെങ്കിൽ ഫാസിസത്തെ എതിർക്കുന്നതിന് നരേന്ദ്രമോദിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെ ആണ് ഞങ്ങൾ എന്ന പ്രസംഗത്തിന് യോജിച്ച തീരുമാനമാകില്ല. പൊതുവെ ഇന്ത്യയിലാകെ ഈ RSSനും സംഘപരിവാറിനും BJPക്കും എതിരായി ജനങ്ങളുടെ വികാരത്തെ ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലുള്ള തീരുമാനമല്ല ഇത്. കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധി എന്ന പൊളിറ്റീഷ്യന്റെയും ഒരു വലിയ പരാജയത്തിലേക്ക് പോകാൻ കാരണമായേക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളം ഒരു തരത്തിലും കേരളത്തിലേക്ക് ഈ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഏതെങ്കിലും ഒരു മാറ്റം വരുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചു എന്ന് കരുതിയിട്ട് കേരളത്തിലെ 20 സീറ്റുകളും കോൺഗ്രസ് ഇതാ വിജയിച്ചങ്ങ് പോകും എന്നെല്ലാം പറയുന്നത് എന്ത് ശരികേടാണ്? അങ്ങനെ അത്രയ്ക്ക് മോശപ്പെട്ട ആളുകളാണോ കേരളത്തിൽ വോട്ട് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിച്ചാൽ ആ സംസ്ഥാനമൊട്ടാകെ അങ്ങ് രാഹുൽ ഗാന്ധിയുടെ പേര് കേട്ടിട്ട് കോൺഗ്രസിൽ മത്സരിക്കുന്ന ഏതെങ്കിലും പൊട്ടന്മാർക്കെല്ലാം വോട്ട് ചെയ്തിട്ട് വിജയിപ്പിക്കും എന്ന് പറഞ്ഞാൽ വളരെ വലിയ തെറ്റാണ്. കേരളത്തിലെ വോട്ടർമാരെന്ന് പറയുന്നത് വലിയ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള വോട്ടർമാരാണ്. ആ വോട്ടർമാരുടെ ശരി, നന്ദി. ശ്രീലാലാണ് തിരുവനന്തപുരത്ത് നിന്ന് പ്രതികരിച്ചത്. കണ്ണൂരിൽ നിന്ന് ദാസൻ ചേരുകയാണ്. ദാസൻ, വയനാട് ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നത് രാഷ്ട്രീയ ശരികേടെന്നാണ് പലരും ഇപ്പോൾ ഉന്നയിക്കുന്ന ഒരു പരാതി. അത്തരത്തിൽ തോന്നുന്നുണ്ടോ? വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകുമോ? അല്ല, ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കോൺഗ്രസിന്റെ ഒരു ആഭ്യന്തര പ്രശ്നമാണ്. ഈ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി പൊങ്ങി വന്നു തന്നെ ഉമ്മൻചാണ്ടിയിലെ കുറെ കാലങ്ങളായിട്ട് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അപ്രമാദിത്വം ഈയിടെ തന്നെ ഹൈക്കമാൻഡ് ഉമ്മൻചാണ്ടിയെ വിളിച്ചു. ഡൽഹിയിലേക്ക് വിളിച്ചപ്പോൾ ഹൈദരാബാദിന് പുള്ളി നേരെ കൊച്ചിയിൽ പോയി. കൊച്ചിയിലെത്തുമ്പോൾ ഹൈക്കമാൻഡ് പറഞ്ഞ ആടെയൊക്കെ ഇപ്പം ചെന്നിത്തല കൊച്ചിയിലെത്തും എന്ന് പറയും. കൊച്ചിയിൽ ചെന്നിത്തല എത്തുമ്പോഴൊക്കെ പുള്ളി പോയി ഡൽഹിക്ക്. അപ്പൊ പുള്ളി കുറച്ച് കാലങ്ങളായിട്ട് ഈ ഭാഗ്യം തരേണ ഈ പള്ളിക്കാരും പട്ടക്കാരും ഒക്കെ എന്റെ കഷ്ടത്തിലാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ നടക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഉമ്മൻചാണ്ടി ഒരു വേറെ കേരള കോൺഗ്രസ് ഉമ്മൻചാണ്ടി അടുത്ത് തന്നെ ഉണ്ടാവും. കോൺഗ്രസ്സുകാർക്ക് മടുത്തു കഴിഞ്ഞില്ല ഈ സാധനത്തിന്. എന്തെന്നാ കളിക്കുന്ന കളി? ഇയാളുടെ കോൺഗ്രസ് ഇങ്ങനെ ഈ അവസ്ഥയിലാക്കിയത്. ശരി,
അബ്ദുൾ റഹ്മാൻ ചേരുകയാണ് കോഴിക്കോട് നിന്ന്. അബ്ദുൾ റഹ്മാൻ, എന്താണ് കരുതുന്നത്? വയനാട് മത്സരിക്കില്ല എന്ന ഒരു തീരുമാനത്തിലായിരിക്കുമോ രാഹുൽ ഗാന്ധി എത്തുക? ഇടത് സമ്മർദ്ദത്തിനൊടുവിൽ രാഹുൽ വഴങ്ങുമോ? ഇടതും വലതും കൂടെ ഒരു രാഷ്ട്രീയ നാടകം കളിക്കുകയാണ് കേരളക്കാരെ വെച്ചുകൊണ്ട്. അല്ലാതെ ഇതിന് കൂടുതലൊന്നും പ്രതികരിക്കാനില്ല. ശരി, അബ്ദുൾ റഹ്മാനാണ് കോഴിക്കോട് നിന്ന് പ്രതികരിച്ചത്. രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാനുള്ള സാധ്യത ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഒട്ടുമിക്ക പ്രേക്ഷകരും പ്രതികരിക്കുന്നത്. ഇടത് സമ്മർദ്ദത്തിന് വഴങ്ങി മറ്റേതെങ്കിലും സീറ്റിൽ മത്സരിക്കാം, കർണാടകയിൽ മത്സരിക്കാം എന്ന തരത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക എന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്.